ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിച്ചവർ എപ്പോഴെങ്കിലും നമ്മളെ മുറിപ്പെടുത്തുമ്പോഴോ ഒറ്റപ്പെടുത്തുമ്പോഴോ വഞ്ചിക്കുമ്പോഴോ അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന വേദന എത്രയോ വലുതായിരിക്കും അല്ലേ? ഇപ്രകാരം ഒരു വഞ്ചനയുടെ കഥ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂദാസിൻ്റെ വഞ്ചന. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ യൂദാസ് നഷ്ടപ്പെടുത്തിയ അപ്പോസ്തല സ്ഥാനത്തെയും ശുശ്രൂഷ പദവിയും കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ഒറ്റുകൊടുക്കുമെന്നറിയാമായിരുന്നിട്ടും ഗുരു അവനെ ചേർത്ത് നിർത്തി സ്നേഹിച്ചത്. എന്തുകൊണ്ടായിരിക്കാം ആ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടും യൂദാസ് ഒടുവിൽ അവനെ ഒറ്റുകൊടുക്കുവാനായിട്ട് നിശ്ചയിച്ചത്? തൻ്റെ ശുശ്രൂഷകളിലെല്ലാം യൂദാസിനെ ചേർത്ത് നിർത്തിയപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: അവൻ്റെ ഹൃദയം തനിക്കായി നേടുക എന്നുള്ളത്. സുവിശേഷങ്ങൾ നാം കാണുന്നുണ്ട് പണസഞ്ചി യൂദാസിൻ്റെ കയ്യിലായിരുന്നു എന്നത്. അതായത് ഈശോയുടെ ശുശ്രൂഷകളിൽ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് യൂദാസ് ആയിരുന്നു. അവൻ്റെ കഴിവിനനുസരിച്ചുള്ള ഒരു റോള് അവന് തന്നെ ഈശോയുടെ ശുശ്രൂഷയിൽ അവന് ലഭിച്ചിരുന്നു. എന്നാൽ ഈശോ യഹൂദരുടെ രാജാവാണെന്ന് തിരിച്ചറിവോടെ ഈശോയോടൊപ്പം ചേർന്ന് നടക്കുമ്പോൾ അവൻ പ്രതീക്ഷിച്ചത് ഭൗതികമായ സ്ഥാനമാനങ്ങളും സമ്പത്തുമാണ്. എന്നാൽ തൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായവയാണ് സംഭവിക്കുന്നതെന്ന് കണ്ടപ്പോൾ യൂദാസിന് എങ്ങോ എപ്പോഴോ ഗുരുവുമായുള്ള ഇൻറ്റിമസി നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ആ ഇൻറ്റിമസി നഷ്ടപ്പെട്ടപ്പോൾ അവന് സ്വാഭാവികമായും നഷ്ടപ്പെട്ടത് അവൻ്റെ അപ്പോസ്തല സ്ഥാനവും ശുശ്രൂഷ പദവിയുമായിരുന്നു. കർത്താവിന് വേണ്ടി എത്രയോ തീക്ഷ്ണതയോടെ ഓടുന്നു എന്ന് കരുതുന്നവരാണ് നാം. എന്നാൽ ഈശോയോടുള്ള ആ ഒരു പഴയ ഇൻറ്റിമസി നമുക്ക് ഇന്നുമുണ്ടോ? ഈശോയെ ഒരു പടി കൂടി കൂടുതൽ സ്നേഹിക്കുവാനും ഈശോയുമായുള്ള ഇൻറ്റിമസി കുറച്ചുകൂടി ആഴപ്പെടുത്തുവാനായിട്ടും നമുക്കും പരിശ്രമിക്കാം.